ഗുരുവായൂരിലെ പാർക്കിംഗ് കോംപ്ലക്സാണ്, വാഹന പാർക്കിംഗ് കോംപ്ലക്സാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ 1000-ഓളം വണ്ടി പാർക്ക് ചെയ്യണമെന്നാണ് ചോദിച്ചിട്ട് അറിയുന്നത്. 4 നിലകളായി നമ്മളെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ് ഈ പാർക്കിംഗ് ഗ്രൗണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും, താഴത്തെ നിലകളിലൊക്കെ വണ്ടി ഫുള്ളാണ്, നിറഞ്ഞ് വണ്ടി എല്ലാ വണ്ടിയും നിറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ മഴയത്ത് മഴ കൊള്ളാതെയൊക്കെ സുരക്ഷയായിട്ട് വാഹനം ഇടാൻ പറ്റും. കൂടാതെ ബാത്റൂം ഫെസിലിറ്റി എല്ലാം ഇവിടെ അവൈലബിൾ ആയിരുന്നു. പണ്ട് ഗുരുവായൂർ വരുമ്പോഴത്തേക്ക് വണ്ടിയും കൊണ്ട് വരുമ്പോഴത്തേക്കുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു, വണ്ടി ഇടാനുള്ള സൗകര്യക്കുറവും പിന്നെ ചെളിയും ആകെ ബുദ്ധിമുട്ടും. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ അത് കഴിഞ്ഞ് നടന്ന റോഡ് തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു ഓഡിറ്റോറിയം കല്യാണ ഹാളാണെന്ന് തോന്നുന്നു. അതുമാത്രമല്ല, ഞാൻ ഇവിടെ ശ്രദ്ധിച്ച കാര്യം, ഇവിടെ റോഡുകളെല്ലാം വളരെ വൃത്തിയാണ്. റോഡും പരിസരത്തും എല്ലാം വളരെ വൃത്തിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ 2 ശുചീകരണ തൊഴിലാളികളടുത്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരത്ത് 5 മണി വരെ നിരന്തരം അവരുടെ പരിശ്രമത്തിൻ്റെ ഫലമാണിതെന്നാണ് അവർ പറയുന്നത്. തൂത്ത സ്ഥലം വീണ്ടും മോശമാവുന്നതിനനുസരിച്ച് അവർ വീണ്ടും വൃത്തിയേടാക്കിയെടുക്കും. കാരണം റോഡാണ്, എപ്പോഴും ഇല വീഴാനും അതിനൊക്കെ തന്നെ പോണ യാത്രക്കാർ ഉപേക്ഷിക്കുന്ന വസ്തുക്കളായാലും അവർ പ്രോപ്പറായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ശുചീകരണ തൊഴിലാളികൾക്ക് ഈ നഗരം, ഗുരുവായൂർ നഗരം ഇങ്ങനെ നിലനിർത്തുന്ന അവരുടെ പങ്ക് വളരെ മനോഹരമാണ്. ഇങ്ങനെ നടന്നപ്പോൾ ഈ ഒരു കാഴ്ച കണ്ട മനോഹരമായ ഒരു മരത്തിൻ്റെ തണലിൽ ഒരു ചെറിയ കാത്തിരിപ്പ് കേന്ദ്രം പോലെ ചെയ്ത് അത് അവിടുത്തെ ആട്ടോ തൊഴിലാളികളും മറ്റും നിർമ്മിച്ചതാണ്. എന്തായാലും ഈ ഗുരുവായൂർ നഗരം, ക്ഷേത്ര നഗരം ഒരു ഭയങ്കരമായൊരു വല്ലാത്തൊരു, എവിടെയും വൃത്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാനിതിന് മുന്നേ ഒരു 10 വർഷത്തിന് മുന്നേ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ അല്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും വളരെ വൃത്തിയുണ്ട്. ഇതിന് ഇടയിൽ ഞാൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ജസ്റ്റ് അത് കഴിഞ്ഞ് പ്രൈവറ്റ് ഹോട്ടലിലോ മറ്റൊക്കെ ആയിരിക്കും താമസം. ഇത് ഇത്തവണ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇത് സാധാരണ ഒറ്റയ്ക്ക് വന്നാൽ എങ്ങനെയാണ് നമ്മുടെ എല്ലാം മാക്സിമം പോസ്റ്റ് കുറച്ച് ആണ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ നമ്മൾ അമ്പലത്തിന് സമീപമുള്ള കടകളിൽ കണ്ടതാണ്. പിന്നെ ഇവിടെ ഇപ്പം നിലവിൽ ഹൈക്കോടതിയിലെ നിരോധനമുണ്ട് വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്കും. മതപരമായ ക്ഷേത്രപരമായ ചടങ്ങുകൾക്കും കല്യാണത്തിന് മാത്രമേ ഈ കാണുന്ന നടപ്പന്തലിന് അപ്പുറത്തോട്ട് നമുക്ക് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അനുവദിക്കുന്നത്. നമ്മളെ നിയമം പാലിക്കാനുള്ളതാണല്ലോ, അതുകൊണ്ട് തീർച്ചയായും പാലിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കാതിരുന്നത്. കാരണം നമ്മൾ തെറ്റായ ഒരു സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കരുതല്ലോ, അതുകൊണ്ട് മാത്രമാണ്. അതുപോലെ നമ്മളെ തെക്കേ നടക്ക് സമീപം പഴയടം രുചി വെജിറ്റബിൾ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞാൻ അവിടെ നിന്നൊരു ചായയാണ് കുടിച്ചത്. ചായക്ക് 12 രൂപയാണ് ചാർജ് ആയിട്ടുള്ള, നോർമൽ ചാർജേ ഉള്ളൂ. പിന്നെ വേറെ ഒരു വാട്സപ്പ് മെസ്സേജിൽ കണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര റേറ്റ് കുറവ്. ഞാൻ അവിടെ നിന്നപ്പോഴാണ് മെസ്സേജ് കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു ചായ മാത്രം കുടിച്ചു. ഞാൻ ആൾറെഡി